ഓം ശാന്തി. ജനുവരി മാസമാണല്ലോ വരാൻ പോകുന്നത്. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു മാസമാണ്. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരായ കുട്ടികൾക്ക് അവ്യക്ത ബാബ്ദാദയിലൂടെ ഉച്ചരിച്ച 47 വർഷത്തെ അവ്യക്ത മഹാവാക്യങ്ങൾ വളരെ വലിയൊരു ഖജനാവാണ്. ആ ഖജനാവിലെ 1976 അവ്യക്ത ബാബ്ദാദ ഉച്ചരിച്ച മഹാവാക്യങ്ങളാണിത്. ഈ മഹാവാക്യങ്ങളുടെ സാരം സമർത്ഥ ദിവസത്തിൻ്റെ രൂപത്തിൽ സ്മൃതി ദിവസം. 18/1/76 അവ്യക്ത ബാബ്ദാദ ഉച്ചരിച്ച മഹാവാക്യങ്ങളാണിത്. സമർത്ഥ ദിവസത്തിൻ്റെ രൂപത്തിൽ സ്മൃതി ദിവസം. സർവ ആത്മാക്കളുടെയും പരമസ്നേഹിയായ പരംപിത ശിവ ഭഗവാൻ ഉച്ചരിക്കുന്ന മഹാവാക്യങ്ങൾ. ഇന്ന് ബാബ്ദാദ തൻ്റെ സർവ സ്നേഹി കുട്ടികളെ കണ്ട് കുട്ടികളുടെ സ്നേഹത്തിൻ്റെ റെസ്പോൺസ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു ബാബയുടെ റെസ്പോൺസ്? സ്നേഹി കുട്ടികളോടുള്ള ബാബയുടെ റെസ്പോൺസാണ് സദാ ബാബയ്ക്ക് സമാനം വിദാതാവും വരദാതാവുമായി ഭവിക്കട്ടെ. സദാ വിശ്വ മംഗളകാരിയും വിശ്വത്തിൻ്റെ രാജ്യ അധികാരിയുമായി ഭവിക്കട്ടെ. സദാ മായയുടെ പ്രകൃതിയുടെ സർവ പരിതസ്ഥിതികളുടെ മീതെ വിജയിയായി ഭവിക്കട്ടെ. ഇന്ന് ബാബ്ദാദ ഈ വരദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ബാബയ്ക്ക് സമാനം വിദാതാവാകണം, വരദാതാവാകണം, സദാ വിശ്വമംഗളകാരി, വിശ്വ രാജ്യാധികാരി. അതേപോലെ സദാ മായ പ്രകൃതി സർവ പരിതസ്ഥിതികളുടെ മീതെ വിജയിയായി തീരുക. ഈ വരദാനാണ് ബാബ തൻ്റെ സ്നേഹി കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് ബാബ്ദാദ സർവ വിജയി കുട്ടികളുടെ മസ്തകത്തിൻ്റെ നടുവിൽ വിജയത്തിൻ്റെ തിലകം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സർവ ബच्चों के हस्तों में यही विजय का झंडा देख रहे हैं. മസ്തകത്തിൻ്റെ നടുവിൽ വിജയത്തിൻ്റെ തിലകം തിളങ്ങിക്കൊണ്ടിരിക്കുന്നതും ബാബ കാണുന്നുണ്ട്. സർവ കുട്ടികളുടെ കൈകളിലും ഈ വിജയത്തിൻ്റെ കൊടി, അതും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരേക് കെ ദിൽ കി ആവാസ് വിജയ് ഹമാരാ ജന്മസിദ്ധ അധികാർ ഹേ. ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൻ്റെ ശബ്ദം. എന്താ ബാബയ്ക്ക് കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ടത്? വിജയം നമ്മുടെ ജന്മസിദ്ധമായ അധികാരമാണ്. ഈ പെരുമ്പറ, ഈ മുദ്രാവാക്യം കുട്ടികളുടെ ഉള്ളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാബ്ദാദ കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം, മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ബാബ കേൾക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ശബ്ദം. വിജയം നമ്മുടെ ജന്മസിദ്ധമായ അധികാരമാണ്. കുട്ടികളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഈ ശബ്ദം ബാബ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയണ ആജ് അമൃതവേളെ സർവ ബच्चों के स्नेह और आह्वान के मीठे मीठे आलाप सुन रहे थे. അപ്പോൾ ഇന്ന് അമൃതവേളയിൽ സർവ കുട്ടികളുടെയും സ്നേഹം, അതേപോലെ ആഹ്വാനത്തിൻ്റെ മധുരമായ ശബ്ദങ്ങൾ ബാബ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ദൂരെ ദൂരെ, ഒരുപാട് ദൂരെ ഇരിക്കുന്ന, അതേപോലെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ, അങ്ങനെയുള്ള ഗോപികമാർ നദിക്ക് സമാനം സാഗരത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഗോപികമാരെയും ബാബ നദിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ ഇരിക്കണത്? സാഗരത്തിൽ. ഓരോ ഗോപികമാരും സാഗരത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ്ദാദയും കുട്ടികളുടെ സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അതായത് ഹരേക്ക് കെ മീട്ടെ മീട്ടെ മോത്തി ഹൃദയ കാ ഹാർ ബൻ ബാബ് ദാദാ കെ ഗലെ മേ സമാഗയെ. അപ്പോൾ ഓരോരുത്തരുടെയും മധുരമധുരമായ മുത്തുകൾ ഹൃദയത്തിൻ്റെ മാലയായി മാറി ബാബ് ദാദയുടെ കഴുത്തിലേക്ക് അത് വന്നു. ഓരോ കുട്ടികളുടെയും മധുരമധുരമായ മുത്തുകൾ ഹൃദയത്തിൻ്റെ മാലയായിട്ട് മാറി ബാബ് ദാദയുടെ കഴുത്തിലേക്ക് അത് വന്നു. ഹരേക്ക് കെ ഭിന്ന ഭിന്ന സങ്കല്പ്, വെറൈറ്റി മധുര അലങ്കാരങ്ങളുടെ രൂപത്തിൽ മധുരമായിട്ടുള്ള ഭിന്ന ഭിന്നമായ സങ്കല്പങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള ഓരോ ശ്വാസവും ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാബ നോക്കൂ, കുട്ടികളുടെ ഓരോ സങ്കല്പം, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മധുരമായിട്ടുള്ള കുട്ടികളുടെ ഓരോ ശ്വാസം, അതെല്ലാം മധുര ശ്വാസത്തിൻ്റെ രൂപത്തിൽ ബാബ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 4 ഭാഗത്തും ബാബ് ദാദയുടെ ഓർമ്മയുടെ മാലകൾ അനേക കുട്ടികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആജ് കെ ദിൻ കെ സ്മൃതി ദിവസ് കെ സാത്ത് സാത്ത് സമർത്തി ദിവസ് ബി കഹത്തെ ഹെ. ഈ ദിവസത്തെ സ്മൃതി ദിവസം എന്ന് പറയുന്നതോടൊപ്പമൊപ്പം സമർത്ഥ ദിവസം എന്നുകൂടി പറയുന്നു. ജനുവരി 18 സ്മൃതി ദിവസമാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസത്തെ സമർത്ഥ ദിവസം എന്നും പറയുന്നുണ്ട്. आज के इस यादगार दिवस पर बाप दादा ने जैसे आदि में बच्चों के सिर पर ज्ञान कलश रखा. ഇന്ന് ഈ ഓർമ്മ ചിഹ്നത്തിൻ്റെ ദിവസത്തിൽ ബാബ് ദാദ ആദിയിൽ എങ്ങനെ കുട്ടികളുടെ ശിരസ്സിൽ ജ്ഞാനത്തിൻ്റെ കലശം വെച്ചുവോ, സാകാരത്തിലൂടെ ശക്തികൾക്ക് ശരീരം, മനസ്സ്, ധനം വിൽ ചെയ്തുവോ, അതേപോലെ സാകാര ശരീരത്തിലൂടെ സാകാര പാർട്ടിൻ്റെ അന്തിമ സമയത്ത് ശക്തി സേനകൾക്ക് വിശ്വമംഗളത്തിൻ്റെ വിൽ പവറിൻ്റെ വിൽ കൂടി ബാബ ഈ സമയത്ത് നൽകുകയാണ്. ആദിയിൽ ബാബ കുട്ടികളുടെ ശിരസ്സിൽ ജ്ഞാനത്തിൻ്റെ കലശം വെച്ചിട്ടുണ്ടായിരുന്നു. സാകാരത്തിലൂടെ ശക്തികൾക്ക് ശരീരം, മനസ്സ്, ധനം വിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സാകാര ശരീരത്തിലൂടെ സാകാര പാർട്ടിൻ്റെ അന്തിമ സമയത്ത് ശക്തി സേനകൾക്ക് വിശ്വമംഗളത്തിൻ്റെ വിൽ പവറിൻ്റെ വില്ലാണ് ഇപ്പോൾ ബാബ നൽകുന്നത്. സാകാര പാർട്ടിൻ്റെ അന്തിമ സമയമാകുമ്പോൾ ശക്തി സേനകൾക്ക് വിശ്വമംഗളത്തിൻ്റെ വിൽ പവറിൻ്റെ വിൽ ബാബ കുട്ടികൾക്ക് നൽകുകയാണ്. ആദിയിൽ ബാബ എന്ത് ചെയ്തു? സാകാരത്തിലൂടെ ശക്തികൾക്ക് ശരീരം, മനസ്സ്, ധനത്തിൻ്റെ വിൽ നൽകിയതുപോലെ ഇവിടെ വിശ്വമംഗളത്തിൻ്റെ വിൽ പവറിൻ്റെ വിൽ ബാബ നൽകുകയാണ്. സ്വയം സൂക്ഷ്മവദൻ നിവാസി ബൻ സാഗാർ മേ ബച്ചും കോ നിമിത്ത് ബനായ. ഇപ്പോൾ ബാബ എന്താ ചെയ്യണേ? സ്വയം സൂക്ഷ്മവദന വാസിയായി മാറി സാകാരത്തിൽ കുട്ടികൾക്ക് നിമിത്തമായി മാറി. അതുകൊണ്ട് ഇതിനെ
സമർത്ഥ ദിവസം എന്നുകൂടി പറയുകയാണ്. സമർത്ഥമായി മാറാൻ കുട്ടികൾക്ക് ബാബ വിൽ നൽകുന്ന ദിവസമാണ്. ആജ് ബാബ് സർവ ബच्चों के स्नेह में आवाज़ से परे സ്വയം में समाने जा रहा है. ഇന്ന് ബാബ സർവ കുട്ടികളുടെയും സ്നേഹത്തിൽ ശബ്ദത്തിനുപരി സ്വയത്തിൽ അടങ്ങിയിരിക്കുകയാണ്. इस समय चारों मोर सबका फुल फोर्स से उलाहने और आह्वान के मन का आवाज़ आ रहा है. അപ്പോൾ ഈ സമയത്ത് നാല് ഭാഗത്തും എല്ലാവരുടെയും ഫുൾ ഫോഴ്സിലുള്ള പരാതികൾ, അതേപോലെ ആഹ്വാനത്തിൻ്റെ മനസ്സിൻ്റെ ശബ്ദം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സബ് സ്വയം മേ സമാനേ ജാ രഹേ ഹേ. എല്ലാവരും സ്വയത്തിലടങ്ങിയിരിക്കുകയായിരുന്നു. ആപ് സബ്കോ സുനായി ദേ രഹാ ഹേ. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണോ? നയേ നയേ ബच्चों को विशेष रूप से बाप दादा याद का रिटर्न दे रहे हैं. പുതിയ പുതിയ കുട്ടികൾക്ക് വിശേഷ രൂപത്തിലൂടെ ബാപ് ദാദ ഓർമ്മയുടെ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൈസെ പുരാനെ ബच्चों को ഡബിൾ എൻജിൻ की ലിഫ്റ്റ് മിലി. അപ്പോൾ പഴയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡബിൾ എൻജിൻ്റെ ലിഫ്റ്റ് ലഭിച്ചു. വൈസെ നയ ബच्चों को गुप्त मदद की प्राप्ति के अनुभव की. അതേപോലെ പുതിയ കുട്ടികൾക്ക് ഗുപ്ത സഹായത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവം ചെയ്തു. खुशी के खजाने के विशेष लिफ्ट बाप दादा गिफ्ट में दे रहे हैं. അതേപോലെ പഴയ കുട്ടികൾക്ക് ഡബിൾ എൻജിൻ ലഭിച്ചു, ഡബിൾ എൻജിൻ്റെ ലിഫ്റ്റ് ലഭിച്ചു. അതേപോലെ പുതിയ കുട്ടികൾക്ക് ഗുപ്ത സഹായത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവം ലഭിച്ചു. ഒരുപാട് പുതിയ മക്കളുണ്ടല്ലോ ബാബയ്ക്ക്. ബാബ എന്ത് ചെയ്യും? പുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും ബാബ? ഗുപ്ത സഹായം നൽകും ബാബ. അതേപോലെ തന്നെ ബാബ അന്തിമത്തിൽ വരുന്ന കുട്ടികളായിക്കൊള്ളട്ടെ, സന്തോഷത്തിൻ്റെ ഖജനാവിൻ്റെ വിശേഷ ലിഫ്റ്റും ബാബ കുട്ടികൾക്ക് നൽകും. അപ്പോൾ അന്തിമത്തിൽ വന്നതാണ്, അതുകൊണ്ട് അത്രയ്ക്ക് പുരുഷാർത്ഥം ചെയ്യാൻ സമയമില്ല. ആദിയിൽ വന്നവരെത്ര ഭാഗ്യശാലികളാണ്. നമ്മൾ അത്രയ്ക്ക് ഭാഗ്യമില്ല എന്നൊന്നും ചിന്തിക്കരുത്. ബാബയുടെ മക്കൾ അന്തിമത്തിൽ വന്ന മക്കളാണെങ്കിലും മക്കൾക്ക് എന്ത് ലഭിക്കും? ഗുപ്ത സഹായത്തിൻ്റെ പ്രാപ്തി ബാബ് ദാദയിൽ നിന്ന് ലഭിക്കും. സന്തോഷത്തിൻ്റെ ഖജനാവിൻ്റെ വിശേഷ ലിഫ്റ്റും ബാബ് ദാദ ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. उनके अनेक उलाहनों को सेवा और सदा साथ का अनुभव द्वारा उलाहने उमंग उत्साह के रूप में പരിവർത്തൻ കർ രഹേ ഹേ. അപ്പോൾ ഇത്രയും പരാതികളുണ്ട്. അപ്പോൾ സേവനം, അതേപോലെ തന്നെ സദാ കൂടെയുള്ള അനുഭവത്തിലൂടെ ഈ പരാതികളെയെല്ലാം ഉന്മേഷ ഉത്സാഹത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജൈസെ നയേ ബच्चों का विशेष लगाव बाब और सेवा से है. പുതിയ കുട്ടികൾക്ക് വിശേഷിച്ച് സ്നേഹമുള്ളത്, ചായ്വുള്ളത് ബാബയോടും ഒപ്പം സേവനത്തോടുമാണ്. അതേപോലെ ബാബ് ദാദാ की भी विशेष सहयोग की नज़र नए बच्चों पर है. അതേപോലെ ബാബ് ദാദയ്ക്കും വിശേഷ സഹയോഗത്തിൻ്റെ ദൃഷ്ടി പുതിയ കുട്ടികളുടെ മീതെ ഉണ്ട്. बाबू भी ऐसे बच्चों की कमाल के गुण गा रहे हैं. ബാബ എന്ത് ചെയ്യാണ്? ഇതേപോലെ കുട്ടികളുടെ അത്ഭുതത്തിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബ എന്തൊക്കെ പറഞ്ഞു?
എന്ന് ബാബ വിശേഷിച്ച് സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികളുടെ റെസ്പോൺസാണെന്ന് ബാബ. അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് ബാബ ഇന്ന് കുട്ടികൾക്ക് വരദാനം നൽകിയിരിക്കുകയായിരുന്നു. ബാബയ്ക്ക് സമാനം വിദാതാവായി മാറുക, അതേപോലെ വരദാതാവായിട്ട് ഭവിക്കട്ടെ. വിശ്വമംഗളകാരി, അതേപോലെ വിശ്വരാജ്യാധികാരിയായിട്ട് ഭവിക്കട്ടെ. മായ പ്രകൃതി സർവപരിതസ്ഥിതികളുടെ മീതെ വിജയായി ഭവിക്കട്ടെ. ഈ വിശേഷ വരദാനങ്ങളാണെന്ന് ബാബ കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സർവസ്നേഹി, സദാ ഒരു ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന, बाप दादे को प्रख्यात करने वाले सर्व आत्माओं द्वारा जय जयकार की विजय मालाएं धारण करने के निमित्त बने हुए സർവ ആത്മാക്കളിലൂടെ ജയ ജയാരവത്തിൻ്റെ വിജയമാല ധാരണ ചെയ്യുന്നതിന് നിമിത്തമായി മാറിയിട്ടുള്ള അങ്ങനെയുള്ള വിജയി ബാബയ്ക്ക് സമാനം സർവഗുണങ്ങളെയും സാകാര രൂപത്തിൽ പ്രത്യക്ഷമാക്കുന്ന, സർവസിദ്ധികളെയും സേവനത്തെ പ്രതി ഉപയോഗിക്കുന്ന വിശ്വമംഗളകാരിയായിട്ടുള്ള ബാബ്ദാദയുടെ ഹൃദയസിംഹാസനധാരി അധികാരി കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരവും. ഇനി ദീദിജിയോടൊപ്പം അതേപോലെ തന്നെ യജ്ഞവത്സരായിട്ടുള്ള കുട്ടികളുടെ മുൻപാകെ ബാബ്ദാദ ഉച്ചരിച്ച ചില മഹാവാക്യങ്ങളാണ്. ആജ് ബച്ചും കാ വിശേഷ സ്വരൂപ് കോൺ സാ രഹാ. കുട്ടികളുടെ വിശേഷ സ്വരൂപം ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണ് ബാബ. ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളുടെ വിശേഷ സ്വരൂപം ഏതൊന്നാണ്? ഇന്നത്തെ വിശേഷ സ്വരൂപം ഏതാണ്? സ്നേഹ കെ സ്വരൂപ് കെ സാത്ത് സാത്ത് ഉല്ലാഹ്നെ ബി ദിയേ. സ്നേഹസ്വരൂപമാണ് കുട്ടികൾ, ഒപ്പം എന്തുകൂടി ചെയ്യുന്നുണ്ട്? പരാതികൾ കൂടി ബാബയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജൈസെ ബാബ് ജ്ഞാൻ കാ സാഗർ ഹേ തോ സാഗർ की വിശേഷത ക്യാ ഹോത്തി ഹേ. അപ്പോൾ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമായിട്ടുള്ളതുപോലെ സാഗരത്തിൻ്റെ വിശേഷത എന്താണ്? ജിത്തനി ലഹരി ഉത്തന ഹി ശാന്ത്. അപ്പോൾ സാഗരത്തിൻ്റെ പ്രത്യേകതയാണ് എത്രത്തോളം അതിൽ അലകൾ അടിച്ചുകൊണ്ടിരിക്കണുണ്ടോ അത്ര തന്നെ അത് ശാന്തവുമാണ്. രണ്ടവസ്ഥകളുമുണ്ട് സാഗരത്തിന്. ഏറ്റവും ടോപ്പിൽ നോക്കുന്ന സമയത്ത് സാഗരത്തിൽ എപ്പോഴും തിരകൾ വന്നുകൊണ്ടിരിക്കും, അല്ലേ? വലിയതും ചെറുതുമായിട്ടുള്ള തിരകൾ എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡിലൊരു തിര കടന്നുപോയി അടുത്ത സെക്കൻഡിൽ വീണ്ടും വരും. ഇപ്പോൾ ഒരു തിര അല വന്ന് അടിഞ്ഞ ശേഷം വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മേൽഭാഗം നോക്കുമ്പോൾ എപ്പോഴും അത് ശാന്തമായിട്ടിരിക്കണം നമ്മൾ കാണാറില്ല. അടുത്ത സെക്കൻഡിൽ അത് വീണ്ടും അലകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ അടിത്തട്ട് നോക്കുമ്പോഴോ സദാ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ അതിരിക്കുകയും ചെയ്യുന്നുണ്ട്. മേൽഭാഗം ഇത്ര ശാന്തമാണെങ്കിലും, ഇത്ര തിരകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിത്തട്ട് നോക്കുന്ന സമയത്ത് അത്ര തന്നെ ശാന്തമായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏക് ഹി സമയ ദോനോ വിശേഷതായേ ഹേ. നോക്കൂ, ഒരേ സമയത്ത് രണ്ട് വിശേഷതകളുണ്ട്. മേൽഭാഗം നോക്കുമ്പോൾ അത്രയും അലയടിച്ചുകൊണ്ട് അശാന്തമായ അവസ്ഥ, അടിത്തട്ടിൽ നോക്കുന്ന സമയത്ത് അത്രയും ശാന്തമായ അവസ്ഥ. അപ്പോൾ രണ്ട് വിശേഷതകളും അറ്റ് എ ടൈമാണുള്ളത്, ഒരേ സമയത്താണുള്ളത്. വൈസേ ഹി ബാപ് കെ സമാൻ ബന്നേ വാലോं को भी ये विशेषता है.
അപ്പോൾ ബാബ പറയണെന്താ, ഇതേപോലെ ബാബയ്ക്ക് സമാനമായി മാറുന്ന കുട്ടികളിലും ഈ വിശേഷതയുണ്ട്. ബാഹർ സെ സ്മൃതി സ്വരൂപ് ഓർ അന്തർ സെ സമർത്ഥ സ്വരൂപ്. ഈ വിശേഷതയാണ് ബാബ പറയണത്. പുറത്ത് നോക്കുന്ന സമയത്ത് സ്മൃതി സ്വരൂപമാണ്, ഉള്ളിൽ നോക്കുന്ന സമയത്ത് സമർത്ഥ സ്വരൂപമാണ്. जितना ही साकार स्वरूप में स्मृति स्वरूप उतना ही अंदर സമർത്ഥി സ്വരൂപ് ഹോ. സാകാരത്തിൽ നോക്കുന്ന സമയത്ത്, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം സ്മൃതി സ്വരൂപമായിട്ടിരിക്കുന്നുണ്ടോ അത്ര തന്നെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത്, സമർത്ഥ സ്വരൂപ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്മൃതി സമർത്ഥം, ഈ രണ്ടിൻ്റെയും ബാലൻസിലാണ് കുട്ടികളിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ സ്മൃതി സ്വരൂപം, ഉള്ളിൽ നോക്കുന്ന സമയത്ത് സമർത്ഥ സ്വരൂപം. ദോനോം കാ സാത്ത് സാത്ത് ബാലൻസ് ഹോ. ഒരേ സമയം ഇത് ബാലൻസ് ആണെന്ന് പറയാണ്. എങ്ങനെയാണോ കടലിൽ ഒരേ സമയത്ത് മേൽഭാഗം അശാന്തവും അടിത്തട്ട് നോക്കുമ്പോൾ ശാന്തവുമായിരിക്കുന്നത്, അതേപോലെ തന്നെ ഇവിടെ സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവും രണ്ടും ഇവിടെ ബാലൻസ്ഡ് ആണ്. ബാബ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ബാലൻസിലാണോ ഇരിക്കുന്നത്? ജൈസ സമയ് വ ജൈസ ദിൻ വൈസ സ്വരൂപ് തോ ഹോത്താ ഹി ഹേ. അപ്പോൾ എങ്ങനെയാണോ സമയം അല്ലെങ്കിൽ എങ്ങനെയാണോ ദിവസം, അതേപോലെ തന്നെ സ്വരൂപവും അവിടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. लेकिन अलौकिकता है कि दोनों का बैलेंस का स्वरूप स्पष्ट दिखाई दे. അപ്പോൾ എപ്പോഴാണ് അലൗകികത എന്ന് പറയുന്നത്? ഈ രണ്ട് ബാലൻസിൻ്റെയും സ്വരൂപം സ്പഷ്ടമായി കാണാൻ സാധിക്കുമ്പോഴാണ് അലൗകികത എന്ന് പറയുന്നത്. സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവും രണ്ടിൻ്റെയും ബാലൻസ് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയണം. പാർട്ട് ബി ബജാ രഹേ ഹേ ലേക്കിൻ സാത്ത് സാത്ത് സാക്ഷിക്ക് സ്റ്റേജ് ബി ഹോ. അവിടെ ഏറ്റവും വലിയ ശിക്ഷണാണിത്. ഒരേ സമയം കുട്ടികൾ എന്ത് ചെയ്യാണ്? പാർട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒപ്പം എന്തുകൂടിയുണ്ട്? സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജ് കൂടിയുണ്ട്. ഈ ബാലൻസിനെ കുറിച്ചാണ് ബാബ പറയുന്നത്. സ്മൃതി സമർത്ഥം, അതോടൊപ്പം തന്നെ പാർട്ട് ഒരു ഭാഗത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഒപ്പം എന്തുകൂടി ചെയ്യുന്നുണ്ട്? സാക്ഷി സ്റ്റേജിൽ ഇരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. സാക്ഷി പൻകി സ്റ്റേജ് ഹോനെ സെ പാർട്ട് ബി അക്യുറേറ്റ് ബച്ചായെങ്കിൽ. അവിടെ അമൂല്യമായ മഹാവാക്യം നോക്കൂ. സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് പാർട്ടും അക്യുറേറ്റായിട്ട് അഭിനയിക്കാൻ കഴിയുന്നത്. സ്വന്തം റോൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് അഭിനയിക്കുകയും ചെയ്യണം. ഒപ്പം സാക്ഷി സ്ഥിതിയിൽ തൻ്റെ പാർട്ടിനെയും കാണാൻ കഴിയണം, മറ്റുള്ളവരുടെ പാർട്ടിനെയും കാണാൻ കഴിയണം. തൻ്റെ സങ്കല്പമാകട്ടെ, വാക്കുകളാകട്ടെ, കർമ്മമാകട്ടെ, സ്വയത്തെയും വിലയിരുത്താൻ കഴിയണം സാക്ഷി സ്ഥിതിയിലിരുന്നു കൊണ്ട്, ഒപ്പം മറ്റുള്ളവരെയും. അപ്പം അതുകൊണ്ട് സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് പാർട്ടും അക്യുറേറ്റ് പാർട്ടായിട്ട് മാറുന്നത്. അക്യുറേറ്റ് പാർട്ട് അഭിനയിക്കാൻ കഴിയുന്നതും ഈ സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്താണ്. ലേക്കിൻ പാർട്ട് കാ സ്വരൂപ് नहीं बन जाएंगे അർത്ഥാത് പാർട്ട് കെ വശ് नहीं होंगे. പാർട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ പാർട്ടിൻ്റെ സ്വരൂപമായിട്ട് മാറരുത്, പാർട്ടിന് വശപ്പെടരുത്. പാർട്ട് അഭിനയിച്ചുകൊണ്ടും ആ പാർട്ടിനെയും സാക്ഷിയായിട്ട് കാണാൻ കഴിയണം, സ്വന്തം പാർട്ടിനെയും സാക്ഷിയായിട്ട് കാണാൻ കഴിയണം.
അപ്പോഴാണ് അക്യുറേറ്റ് ആയിട്ടുള്ള പാർട്ട് അഭിനയിക്കാൻ കഴിയുന്നത്. അല്ലാതെ പാർട്ടിൻ്റെ സ്വരൂപമായിട്ട് മാറരുത്, പാർട്ടിന് വശപ്പെട്ട് പോകരുത്. ആ വിൽ പവറാണ് ഉണ്ടായിരിക്കേണ്ടത്. ജോ ചാഹേ ജിസ് ഘടി ചാഹേ വൈസാ അപ്നാ സ്വരൂപ ധാരൺ കർ സക്തേ ഹോ. എപ്പോൾ ആഗ്രഹിക്കുന്നു, ഏത് നിമിഷം ആഗ്രഹിക്കുന്നുണ്ടോ തൻ്റെ സ്വരൂപം അപ്പോൾ ധാരണ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് വിൽ പവർ. അപ്പോൾ നമുക്ക് വിൽ പവർ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. ഏത് സമയത്ത് എപ്പോൾ ആഗ്രഹിക്കുന്നോ ആ സമയത്ത് തൻ്റെ സ്വരൂപത്തെ ധാരണ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് വിൽ പവർ ഉണ്ട്. പ്രേം സ്വരൂപമേ ബി ശക്തിശാലി സ്വരൂപ് സാത് സാത് സമായ ഹുവാ ഹോ. പ്രേമസ്വരൂപത്തിലും ശക്തിശാലിയായിട്ടുള്ള സ്വരൂപം ഒപ്പമൊപ്പം അടങ്ങിയിട്ടുണ്ടോ? സിർഫ് പ്രേം സ്വരൂപ് ബൻ ജാന ഏ ലൗകികത ഹോ ഗയി. കേവലം പ്രേമസ്വരൂപരായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഇതെന്തായിട്ട് മാറി? ഇത് ലൗകികതയായിട്ട് മാറി. പ്രേമസ്വരൂപമാവുന്നതോടൊപ്പം എന്തുകൂടി വേണം? ശക്തിശാലി സ്വരൂപം കൂടി വേണം. സ്നേഹത്തിൽ ശക്തി കൂടി ഒപ്പം ഉണ്ടായിരിക്കണം. അതിൽ രണ്ടും അടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ് ബാബ. ഇനി കേവലം പ്രേമസ്വരൂപമായിട്ട് മാറുക പറയുമ്പോൾ അത് ലൗകികതയായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സ്മൃതി സമർത്ഥം, ഇത് രണ്ടിൻ്റെയും ബാലൻസ് വേണം. സ്വന്തം പാർട്ടിൻ്റെയും സാക്ഷി സ്ഥിതിയുടെയും ബാലൻസ് വേണം. അപ്പോൾ കേവലം പ്രേമസ്വരൂപമായിട്ട് മാറുമ്പോൾ ഇത് ലൗകികതയായി കഴിഞ്ഞു. അതെപ്പോഴാണ് അലൗകികമായിട്ട് മാറുള്ളൂ? പ്രേമസ്വരൂപത്തോടൊപ്പം ശക്തിശാലി സ്വരൂപം കൂടി ആകുമ്പോഴാണ് അലൗകികതയാകുന്നത്. അപ്പോൾ അലൗകികത എന്ന് പറയുമ്പോൾ ഒരു ബാലൻസാണ്. സ്മൃതിയും സമർത്ഥവും അതേപോലെ തന്നെ സ്വന്തം പാർട്ട് അഭിനയിച്ചുകൊണ്ടും സാക്ഷി സ്ഥിതിയും. അപ്പോൾ ബാലൻസ് ഉള്ളപ്പോഴേ അലൗകികത എന്ന് പറയുള്ളൂ. അതുകൊണ്ട് പ്രേമസ്വരൂപം മാത്രമാകുമ്പോൾ അത് ലൗകികത മാത്രമായിട്ട് മാറും. സ്നേഹമുണ്ട് അവിടെ. അതാണ് ബാബ പറയണത് പ്രേമസ്വരൂപത്തോടൊപ്പം എന്തുകൂടി വേണം? ശക്തിശാലി സ്വരൂപം കൂടി ഉണ്ടായിരിക്കണം. इसलिए शक्तिशाली स्वरूप का अंतिम दृश्य, ശക്തിശാലി സ്വരൂപത്തിൻ്റെ അന്തിമമായ ദൃശ്യമാണ് നഷ്ടോ മോഹ സ്മൃതി സ്വരൂപ്. പ്രേമസ്വരൂപത്തിൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്ര അതിസ്നേഹിയാണോ അത്രത്തോളം തന്നെ നഷ്ടോമോഹ. ലാസ്റ്റ് സ്റ്റേജാണെന്ന് പറയുന്നത്. ശക്തിശാലി സ്വരൂപത്തിൻ്റെ അന്തിമ ദൃശ്യം നഷ്ടോമോഹ സ്മൃതി സ്വരൂപ. ഭഗവത്ഗീതയിലും ഇതല്ലേ പറയുന്നത്? ലാസ്റ്റ് എത്തിച്ചേരേണ്ടത് നഷ്ടോമോഹ സ്മൃതിർ ലബ്ധ, സ്മൃതി സ്വരൂപ. എത്ര തന്നെ അതിസ്നേഹിയാണോ അത്ര തന്നെ നഷ്ടോമോഹ അവസ്ഥ. ഈ ബാലൻസ് കൊണ്ടുവരാനാണ് ബാബ പറയണത്. തോ ലാസ്റ്റ് പേപ്പർ ക്യാ ദേഖ. അപ്പോൾ ലാസ്റ്റ് പേപ്പറിൽ എന്താ കണ്ടിട്ടുള്ളത്? സ്നേഹ ഹോത്തേ ഹുയേ ബി നഷ്ടോമോഹ സ്മൃതി സ്വരൂപ്. സ്നേഹമുണ്ടെങ്കിലും അവസ്ഥ എങ്ങനെയാണ്? നഷ്ടോമോഹ സ്മൃതി സ്വരൂപ. यही लास्ट पेपर यादगार में भी गायन रूप में है. ഈ ലാസ്റ്റ് പേപ്പറും ഓർമ്മ ചിഹ്നത്തിൻ്റെ രൂപത്തിൽ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഹി പ്രാക്ടിക്കൽ കർമ്മ കർക്കെ ദിഖായ. ഇത് പ്രാക്ടിക്കൽ കർമ്മം ചെയ്ത് കാണിച്ചു. साकार संबंध सन्मुख होते हुए
समाने के भी शक्ति और सहन करने के भी शक्തി. സാകാര സംബന്ധങ്ങൾ സന്മുഖത്തുണ്ടെങ്കിൽ പോലും അതെല്ലാം ഉൾക്കൊള്ളാനും സഹിക്കാനുമുള്ള ശക്തി. യഹി ദോനോ ശക്തിയോ കാ സ്വരൂപ് ദേഖ. ഈ രണ്ട് ശക്തികൾ, സഹിക്കാനുള്ള ശക്തി, അതേപോലെ തന്നെ നേരിടാനുള്ള ശക്തിയും. एक तरफ स्नेह को समाना, दूसरे तरफ रहा हुआ लास्ट का हिसाब किताब सहन शक्ति से समाप्त करना. ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു, സ്നേഹം അടങ്ങിയിട്ടുണ്ട്, സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് നോക്കുമ്പോൾ കർമ്മക്കണക്കിന് സഹനശക്തിയിലൂടെ സമാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് അത്രത്തോളം സ്നേഹി, മറുഭാഗത്ത് നോക്കുന്ന സമയത്ത് കർമ്മക്കണക്കിനെ സഹിക്കുകയാണ്, സഹനശക്തിയിലൂടെ സമാപ്തമാക്കുക. സമാന ബി ഓർ സഹൻ ബി കർണ ദോനോം കാ സ്വരൂപ് കർമ്മ മേ ദേഖ. ഈ രണ്ട് ശക്തികളും അവിടെ രണ്ടിൻ്റെയും, സഹിക്കുകയും വേണം, ഒപ്പം നേരിടുകയും വേണം. ഈ രണ്ടിൻ്റെയും സ്വരൂപം അവിടെ കർമ്മത്തിൽ കണ്ടു. ക്യാ ബാബ് കാ ബച്ചോ മേ സ്നേഹ നിഹി ഹോത്ത. അപ്പോൾ ബാബയ്ക്ക് കുട്ടികളിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? സ്നേഹ സാഗർ ഹോത്തെ ഹുയേ ബി ശാന്ത്. ബാബയ്ക്ക് അത്രയും കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹമുണ്ടായപ്പോഴും ബാബ എന്താ ചെയ്തത്? സാകാര ഓർമ്മകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അത്ര സ്നേഹിയാണെങ്കിലും ബാബ അത്രയും ഓരോ കുട്ടികളെ പ്രതിയും നഷ്ടവും മോഹയുമായിരുന്നു ബാബ. അപ്പം അതുകൊണ്ട് സ്നേഹസാഗരത്തിൽ അലിഞ്ഞുകൊണ്ടും ശാന്തമായിട്ടുള്ള അവസ്ഥ. അപ്നെ ശരീർ സേ ബി ഉപരാം. ശരീരത്തിൻ്റെ കർമ്മക്കണക്കുകളുണ്ട്, അതും ഉൾക്കൊള്ളുകയും നേരിടുകയും ചെയ്തിട്ട് ആ ശരീരത്തിൻ്റെ കണക്കുകളിൽ നിന്നും, അതിൻ്റെ ബോധത്തിൽ നിന്നും, എല്ലാത്തിൽ നിന്നും ഉപരാമം, ഇതിൽ നിന്നെല്ലാം വേറിട്ട അവസ്ഥ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രാക്ടിക്കൽ മേ കർമ്മ കർക്കെ ദിഖലായ. ബാബ ഇത് പ്രാക്ടിക്കലിൽ കർമ്മം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എത്ര ബാബ സ്നേഹിയായിരുന്നു, കുട്ടികളുടെ എല്ലാ പരാതികളും ബാബ കേൾക്കുമായിരുന്നു, അത്രയും ബാബ സ്നേഹിയായിരുന്നു. പക്ഷേ ബാബ എല്ലാത്തിൽ നിന്നും ഉപരിയായ അവസ്ഥയിലുമായിരുന്നു. എന്ത് കുട്ടികൾ പരാതി പറയുമ്പോഴും ബാബയുടെ അവസ്ഥ വളരെയധികം ശാന്തമായ അവസ്ഥയായിരുന്നു. ഇത് പ്രാക്ടിക്കലിൽ ബാബ കർമ്മത്തിൽ കാണിച്ചിട്ടുണ്ട്. യഹി സമൈധാന लास्ट पेपर को फर्स्ट नंबर में प्रैक्टिकल में किया. ലാസ്റ്റ് പേപ്പറും ഫസ്റ്റ് നമ്പറിൽ പ്രാക്ടിക്കലിൽ കാണിച്ചു. स्वरूप में लाना सहज होता है, लेकिन समाना इसमें विल पवर चाहिए. സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് സഹജമാണ്, എന്നാൽ അതിനെ ഉൾക്കൊള്ളുക, അതിനെ നേരിടുക, ഇതിൽ വിൽ പവർ ആവശ്യമായിട്ടുണ്ട്. സാരാ പാർട്ട് സമാനേ കാ ദേഖ. അതിനെയെല്ലാം ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനെയെല്ലാം നേരിടുക, ആ പാർട്ടാണ് അവിടെ കണ്ടിട്ടുള്ളത്. കർമ്മഭോഗുക്കോ ബി സമാന ഓർ സ്നേഹുക്കോ ബി സമാന. കർമ്മഭോഗത്തെയും ശാരീരികമായിട്ടുള്ള കർമ്മക്കണക്കിനെയും ബാബ നേരിട്ടു. അതിനെയെല്ലാം നേരിടാനും അതിനെയെല്ലാം ഉൾക്കൊള്ളാനുമുള്ള ശക്തി ബാബയിലുണ്ടായിരുന്നു. സ്നേഹക്കോ ബി സമാന. രണ്ടിനെയും, കർമ്മഭോഗത്തെയും ഒപ്പം സ്നേഹത്തെയും ബാബ ഉൾക്കൊണ്ടു. ഇതാണ് വിൽ പവർ എന്ന് പറയുന്നത്. രണ്ടവസ്ഥയുടെയും ബാലൻസ് അവസ്ഥ. യഹി വിൽ പവർ अंत में बच्चों को विल की. അപ്പോൾ ബാബ ലാസ്റ്റ് വില്ലായിട്ട് കുട്ടികൾക്ക് നൽകിയത് എന്താ? ഈ വിൽ പവറാണ്.
ബാബ തൻ്റെ ഇത്രയും വർഷത്തെ സാധനയുടെ വിൽ പവർ, ഈ വിൽ പവറാണ് ബാബ ലാസ്റ്റ് കുട്ടികൾക്ക് നൽകിയിട്ട്, വില്ലായിട്ട് നൽകിയിട്ട് പോയിട്ടുള്ളത്. ഇന്നത്തെ സ്മൃതി സമർത്ഥ, സ്മൃതി ദിവസമാണ്, ഒപ്പം സമർത്ഥ ദിവസമാണെന്ന് കൂടിയാണ് ബാബ പറഞ്ഞത്. രണ്ടിൻ്റെ ബാലൻസിനെ കുറിച്ചിട്ടാണ് ബാബ പറഞ്ഞത്. എത്രത്തോളം സ്മൃതി സ്വരൂപം അത്രത്തോളം സമർത്ഥ സ്വരൂപം. എത്രത്തോളം തൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രത്തോളം സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിലും ഇരിക്കുക. അപ്പോൾ എത്രത്തോളം സ്നേഹത്തിലിരിക്കുന്നുണ്ടോ അത്രത്തോളം നഷ്ടോമോഹസ്ഥിതിയിലും ഇരിക്കുക. ലാസ്റ്റ് പേപ്പർ, അതിനെയും എങ്ങനെ ക്രോസ് ചെയ്യുക എന്നുള്ളത് ബാബ എങ്ങനെ അന്തിമത്തിൽ ആ പേപ്പർ ക്രോസ് ചെയ്തു. ബാബ ലാസ്റ്റ് ഈ വിൽ പവർ നൽകിയിട്ടാണ് അവ്യക്തമായിട്ടുള്ളത്. ഇന്നത്തെ മുരളിയുടെ മുഖ്യമായിട്ടുള്ള സാരം ഇതാണ്. ബാബ ബോലെ ഏ ദിവസ് കേവൽ സ്മൃതി ദിവസ് नहीं, സമർത്ഥ ദിവസ് भी है. ഈ ദിവസം കേവലം സ്മൃതി ദിവസമല്ല, മറിച്ച് സമർത്ഥ ദിവസമാണ്. क्योंकि स्वयं सूक्ष्मवदन निवासी बन बाबा ने साकार में बच्चों को निमित्त बनाया. സ്വയം സൂക്ഷ്മ വദന നിവാസിയായിട്ട് മാറി ബാബ സാകാരത്തിൽ കുട്ടികളെ നിമിത്തമാക്കി മാറ്റി. ബാബ कहते हैं जैसे पुराने बच्चों को ഡബിൾ എൻജിൻ കി ലിഫ്റ്റ് മിലെ. അപ്പോൾ പഴയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഡബിൾ എൻജിൻ്റെ ലിഫ്റ്റ് പഴയ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ പുതിയ കുട്ടികൾക്കും ബാബ എന്താ ചെയ്തിട്ടുള്ളത്? ഗുപ്ത സഹായമാണ് ബാബ നൽകിയിട്ടുള്ളത്. പ്രാപ്തിയുടെ, അനുഭവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വിശേഷ ലിഫ്റ്റ് ബാബ്ദാദ ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ നൽകുകയാണ്. അപ്പോൾ ബാബയുടെ പുതിയ മക്കൾക്ക് ബാബ പഴയ കുട്ടികൾക്ക് എങ്ങനെ ഡബിൾ എൻജിൻ്റെ ലിഫ്റ്റ് ലഭിച്ചോ അതുപോലെ തന്നെ അതിന് ഈക്വലായിട്ട് ബാബ പുതിയ കുട്ടികൾക്ക് ഗുപ്ത സഹായം, സൂക്ഷ്മത്തിലുള്ള സഹായം, പ്രാപ്തികളുടെ, അനുഭവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഖജനാവിൻ്റെ വിശേഷ ലിഫ്റ്റ്, ഇത് ബാബ്ദാദ ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ നൽകുകയാണ്. അടുത്ത പോയിൻ്റ്, ഏത് നിമിഷം ആഗ്രഹിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ തൻ്റെ സ്വരൂപത്തെ ധാരണ ചെയ്യുക. ഇതിനെയാണ് വിൽ പവർ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡിൽ നമുക്ക് ഏത് സ്ഥിതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുക. ഏത് സ്വരൂപത്തിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ സ്വരൂപത്തിലേക്ക് ആ സെക്കൻഡിൽ വരിക. ഇതിനെയാണ് വിൽ പവർ എന്ന് പറയുന്നത്. പ്രേമസ്വരൂപത്തിൽ ശക്തിശാലിയായിട്ടുള്ള സ്വരൂപവും ഒപ്പം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് അലൗകികത എന്ന് പറയുന്നത്. കേവലം പ്രേമസ്വരൂപമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് ലൗകികതയായിട്ട് മാറിക്കഴിഞ്ഞു. പ്രേമത്തോടൊപ്പം തന്നെ ശക്തി കൂടി ഉണ്ടാവുമ്പോഴേ അത് അലൗകികമായിട്ട് മാറുള്ളൂ. ബാബ എപ്പോഴും പറയാറില്ല, ഗുണത്തോടൊപ്പം ശക്തി കൂടി വേണം. ഗുണം മാത്രമാകുമ്പോൾ അത് ലൗകികത, ഗുണത്തോടൊപ്പം ശക്തി കൂടി വരുമ്പോൾ അത് അലൗകികതയായിട്ട് മാറും. ശാന്തി. കുറച്ച് സമയം ബാബ്ദാദ ഉച്ചരിച്ച ഈ മഹാവാക്യങ്ങളുടെ സ്മൃതിയിൽ ഇരിക്കാം. അവ്യക്ത ബാബ്ദാദ ഉച്ചരിച്ച
മധുര മഹാവാക്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. തൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടും സാക്ഷി സ്ഥിതിയിലിരിക്കുക. ഈ രണ്ടിൻ്റെയും ബാലൻസ് ഓരോ ദിവസത്തെയും കർമ്മത്തിൽ കൊണ്ടുവരുമെന്ന പ്രതിജ്ഞ ബാബ്ദാദയുടെ മുൻപാകെ വയ്ക്കൂ. ഈ ബ്രാഹ്മണ ജന്മത്തിൽ എന്തു പാർട്ടാണോ എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ഞാൻ എൻ്റെ പാർട്ടിനെ ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ സങ്കല്പത്തെയും വാക്കുകളെയും കർമ്മത്തെയും സാക്ഷി സ്ഥിതിയിലിരുന്നു കൊണ്ട് വിലയിരുത്തുകയാണ്. എത്രത്തോളം സ്നേഹിയായിരിക്കുന്നുവോ അത്രത്തോളം നഷ്ടോമോഹസ്ഥിതി. ഈ അവസ്ഥയിലേക്ക് എത്ര ദൂരം ഇനിയും എനിക്ക് സഞ്ചരിക്കാനുണ്ട്? ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്കിനിയും എത്ര ദൂരം പോകാനുണ്ട്? ബ്രഹ്മബാബയ്ക്ക് സമാനം
അവ്യക്തമാലാക സ്ഥിതിയിലേക്കെത്താൻ, ഭാപ്സമാൻ സ്ഥിതിയിലേക്കെത്താൻ ഇനിയും എനിക്ക് എത്ര ദൂരം സഞ്ചരിക്കണം? ഞാൻ എന്നെ വിലയിരുത്തുകയാണ്. വരാൻ പോകുന്ന ഓരോ ദിവസവും പഴയ കണക്കുകളെയെല്ലാം ഇല്ലാതാക്കി ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന ലക്ഷ്യം മുന്നിൽ വയ്ക്കൂ. ലക്ഷ്യത്തോടൊപ്പം ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ള പ്രയത്നം ആ പ്രയത്നം കൂടി വരാൻ പോകുന്ന നാളുകളിൽ ചെയ്യുമെന്ന് മനസ്സിലുറപ്പിക്കൂ. ഓം